അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. അച്ഛന് ഞാൻ തന്നെ മരുമോളായി വരണമെന്ന് എന്താ ഇത്ര നിർബന്ധം? എന്താ ചോദിക്കുന്നത്? അല്ല, കൊറേ കാലമായിട്ട് അവൻ എന്നെ ഭരിച്ചോണ്ടിരിക്കുക. ഇനി അവനെ ഭരിക്കുന്ന ഒരു പെണ്ണ് തന്നെ വേണം അവന്റെ ഭാര്യ എന്നെനിക്ക് നിർബന്ധമുണ്ട്. അച്ഛാ, നിനക്കെന്താ വലിയൊരു ആലോചന? അച്ഛൻ എന്തിനാ അച്ഛനോട് അങ്ങനെയൊക്കെ പറയാൻ പോയേ? അവള് നിന്നോട് എല്ലാം പറഞ്ഞില്ലേ? ഞാൻ എന്റെ ഒരു ഇഷ്ടം പറഞ്ഞു, അവൾ അവളുടെ കാര്യം പറഞ്ഞു. അത്രയല്ലേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ഇഷ്ടപ്പെടുന്നവരെല്ലാം നമ്മളെ ഇഷ്ടപ്പെടണമെന്നുണ്ടാ അച്ഛാ? അത് ശരി. അപ്പൊ നിന്റെ മനസ്സിലും അങ്ങനൊരു തോന്നലുണ്ടായില്ലേ? അച്ഛാ, അച്ഛൻ എന്ന് പറഞ്ഞ പോലെ അവൾക്ക് അവളുടേതായ ഒരു ക്യാരക്ടറുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, തീരുമാനങ്ങളുണ്ട്. അമേരിക്ക എന്ന് പറയുന്ന ഒരു വലിയ ലോകം ഒരുപാട് സാധ്യതകളുമായിട്ട് അവളെ കാത്തിരിക്കുക. ഇനിയിപ്പോൾ നമ്മൾ നിർബന്ധിച്ചിട്ട് നമ്മുടെ ഈ ചെറിയ ലോകത്തിൽ അവളെ പിടിച്ചു നിർത്തുകയെന്ന് വെച്ചാൽ അത് അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാ. പണ്ട് ഞാൻ ചെയ്തതിനേക്കാളും വലിയ തെറ്റ്. എന്നാലും നിന്റെ മനസ്സിൽ ആദ്യമായിട്ട് വേണ്ട അച്ഛാ, നമുക്കത് വിട്ടുകളയാം. വരൂ അച്ഛാ. 100 ആയിസ നിങ്ങൾ സന്ധിക്കുമ്പെത്തുന്ന് ഞാൻ ഇപ്പൊ ജ്യോതിയോട് പറഞ്ഞതേ ഉള്ളൂ. ആഹാ, നാരനേട്ട ഫോട്ടോ എടുക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങള് വേറെ ഫോട്ടോഗ്രാഫറെ അറേഞ്ച് ചെയ്യില്ലായിരുന്നല്ലോ. കല്യാണ ചെക്കന്റെയും പെണ്ണിന്റെയും ഫോട്ടോ എടുത്താ കിട്ടുന്ന ക്യാമറ അല്ല ഇത്. പിന്നെന്തിനാ അത് കൊണ്ടു നടക്കണേ? ഇതൊരു 30-35 വയസ്സിന് മേലുള്ള കുട്ടികളുടെ ഫോട്ടോ എടുത്താലേ പതിയൂ. ആരാ ഇത് പവിയാ. ചവിയോ? ഓ, പ്രായത്തിരി കൂടുതലാണെങ്കിൽ ആളെയൊക്കെ തിരിച്ചറിയണ്ടോ? എന്താ? ഒന്നുമില്ല. ഒന്ന് മാറിയെന്ന് ഞാൻ ശരിയാക്കി തരാം. ഒന്നുമില്ല. വരൂ അച്ഛാ. മതിയാ. ഇത് ജ്യോതിയുടെ അച്ഛനും അമ്മയും. ഹലോ, അമ്മാവന് മനസ്സിലായോ ഇതാരൊക്കെയാന്ന്? കൊള്ളാം. നിങ്ങളെ പറ്റി പറയാനേ കുട്ടികൾക്ക് എപ്പോഴും നേരമുള്ളൂ. എന്തായാലും സന്തോഷായി. നേരത്തെ തന്നെ നിങ്ങൾ എത്തിയല്ലോ. ഇനിയിപ്പോ എന്താ വേണ്ടേ? വെള്ളം കോരിയേ, വിറവ് വെട്ടിയേ? അയ്യോ, ഒന്നും വേണ്ട. നിങ്ങൾ ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റുകളല്ലേ. മാളികപ്പുരയില് നിങ്ങൾക്ക് താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? ഏയ്, ഇപ്പൊ ഒന്നും വേണ്ട. അഞ്ജു, ആ, എന്താടോ മേന്നെ, പെണ്ണ് കാണാൻ ചെന്നപ്പോ പെണ്ണ് ഇരട്ട പറ്റൂന്ന് കേട്ട പോലെ നിക്കണേ. ഇയാളുടെ ഓഡിയോ സിസ്റ്റം തകരാറിലായോ? മേന്നെ, ഡോ മേന്നെ, എന്റെ മേന്നെ താഴെ ചാകരയാടോ ചാകര. 30, 35, 38 റേഞ്ചുള്ള കുട്ടികള് വണ്ടി കണക്കിന് വന്നങ്ങടെ ഇറങ്ങല്ലേ. ഒന്ന് കൂട്ടുവാടോ മേന്നെ. തനിക്കറിയാലോ ഞാൻ കല്യാണം കൂടാനും സദ്യ ഉണ്ണാനും ഒന്നും വന്നതല്ലെന്ന്. എനിക്ക് ഈ പെണ്ണുങ്ങളുടെ ശീവേലി കിടന്നിട്ട് ഒന്ന് അർമാദിക്കണം. താവാ. എന്താ തനിക്ക് പറ്റിയേ? വന്നപ്പോ ഉള്ള ഉഷാർ അങ്ങോട്ട് കാണാനില്ലല്ലോ. ദേ, നല്ല നാടൻ അന്തിക്കള്ള് ഇവിടെ കിട്ടും. അത് 2 ഗ്ലാസ് അങ്ങോട്ട് അടിക്കുക, എന്നിട്ട് താഴത്തേക്ക് ഇറങ്ങുക. നല്ല സ്ത്രീകളുടെ ഇന്ന് കുട്ടികളെ ഇങ്ങോട്ട് വാങ്ങുക, നല്ല സ്ത്രീകൾക്ക് കുട്ടികളെ അങ്ങോട്ട് കൊടുക്കുക വാങ്ങുക. ഇങ്ങനെ അർമാദിച്ച് ഒരു സ്പർശന സുഖം, ഒരു ടച്ചിങ്സ്. അപ്പൊ ഞാൻ പോയിട്ട് കള്ളും ബാക്കി കാര്യങ്ങളും സംഘടിപ്പിച്ചിട്ട് പിന്നീട് വരാം. ആരും ഒന്നും സംഘടിപ്പിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. പവി, തറവാട്ടിലതൊന്നും പതിവില്ലാത്തതാ. പിന്നെ നിങ്ങൾ എന്റെ സ്പെഷ്യൽ ഗസ്റ്റ് അല്ലേ, അപ്പൊ പിന്നെ ഞാൻ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണ്ടേ? പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. പിന്നെ ഇത് മുഴുവൻ എടുത്ത് വിഴുങ്ങി അടിച്ച് വീലായി തലയും കുത്തിന്ന് വാള് വെക്കാൻ നോക്കരുത്. നീ പേടിക്കണ്ട, നിന്റെ അച്ഛൻ ഓവറാവാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ നാരായണേട്ടന്റെ കാര്യം പറഞ്ഞേ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലെല്ലാരും കൂടെ ഒന്നിച്ചു കൂടിയതല്ലേ, അപ്പൊ രാത്രി മുഴുവൻ പാട്ടും കൂത്തും മേളം ഒക്കെ ഉണ്ടാവും. എപ്പോഴാച്ചാ താഴേക്ക് വരാം. പെട്ടെന്ന് എഴുന്നള്ളണേ. നെറ്റിപ്പട്ടം കെട്ടണേ. മെന്നെ നമ്മള് മനസ്സിൽ കണ്ടപ്പോഴേക്കും അവള് മരത്തിൽ കണ്ടു. താൻ എത്രയും വേഗം തന്റെ മോനെ കൊണ്ട് ആ പെണ്ണിനെ അങ്ങോട്ട് കല്യാണം കഴിപ്പിക്കേ. വേറൊന്നിനുമല്ല, ഇങ്ങനൊരു പെണ്ണിനെ മരുമോളായി കിട്ടിയാ എനിക്ക് വല്ലപ്പോഴും തന്റെ വീട്ടിൽ വന്ന് 2 എണ്ണം വീശാലോ. എന്നാ പിന്നെ ഞാൻ സമയം കളയാണ്ട് വെള്ളവും ഗ്ലാസും ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരാം. ദേ
എനിക്കിന്ന് നന്നായിട്ട് കുട്ടിച്ച് ഇങ്ങോട്ട് അർമാദിക്കണം. എവിടെ ബാത്റൂം? വേറൊന്നുമില്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഛർദിക്കാനാ. ഇന്ന് ഞാൻ ഛർദിച്ച് ഇവിടെ കൊളാക്കുന്നു ഞാൻ. അല്ല, നിനക്ക് ആ പാട്ടുകാരി കുട്ടിയെ നേരത്തെ അറിയോ? കുട്ടിയെ? അത് ടീച്ചറാ. അവരുടെ വീട്ടിലല്ലേ അഞ്ജന താമസിക്കുന്നത്. എന്താ പാട്ട്, എന്താ ശരീരം? ശരീരമല്ല, ശാരീരം. എനിക്ക് തെറ്റിയതല്ല, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, ശരീരം. ആട്ടെ, അവര് പാട്ട് പഠിപ്പിക്കോ? താനിങ്ങനെ മോന്ത വീർപ്പിക്കണ്ടോ? എന്താ ചില്ലറ വേണ്ടെന്ന് വെച്ചാ കൊടുക്കാന്ന്? അവരങ്ങനെ ചില്ലറക്കാരിയൊന്നുമല്ല. പിന്നെ ആർട്സ് കോളേജിലെ മ്യൂസിക് പ്രൊഫസറാ. അല്ല, നാരായണേട്ടന് ഇപ്പൊ എന്താ വേണ്ടേ? താലി കണ്ടില്ല. എന്ത്? കഴുത്തില് താലി കണ്ടില്ലെന്ന്. ഒരു സ്ത്രീയെ കണ്ടാ എവിടെയൊക്കെ നോക്കും? നീ കാര്യം പറ, താലി കണ്ടില്ല. കല്യാണം കഴിക്കേണ്ട കഴുത്തിലോടുന്ന താലി ഉണ്ടാവുക. കിടന്ന അപ്പൊ ഉറങ്ങും പാവം. മോനെ, നീ ഒരു വാക്ക് അവരോട് പറ, ഞാൻ റെഡിയാ. കല്യാണക്കാര്യം പറഞ്ഞോണ്ട് ടീച്ചറുടെ അടുത്തേക്ക് ചെന്നാലേ അവര് ചെരുപ്പൂരി മോന്തക്കടിക്കും. അടി ഞാൻ കൊണ്ടോളാം. എന്നാലും നീ ഒന്ന് പറഞ്ഞു നോക്ക്. പോയ ഒരു വാക്ക്, കിട്ടിയ ഒരു ചരക്ക്. മിണ്ടായാണ് നോക്കണോ വൃത്തികെട്ടവൻ. സംസാരിക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ. ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് ആർക്കും തടുക്കാൻ പറ്റില്ലല്ലോ. നേരം വിളിക്കണ വരെ ഞാൻ സ്വപ്നം കാണും. ഞാൻ കള്ളത്താടിക്കാരൻ. മോനെ, നമുക്ക് സ്വകാര്യമായിട്ട് സംസാരിക്കാം. മോ ഇവിടെ കിടന്നോ? എനിക്ക് പേടിയാ. ഈ പണ്ടാറ എന്റെ രസവള്ളി പൊട്ടിച്ചേ. എന്റെ അമ്മേ! എന്താണോ? എനിക്ക് എന്റെ അമ്മേനെ വിളിക്കാൻ പാടില്ലേ? സ്വപ്നത്തിലെ പാട്ടുകാരി ടീച്ചറെ തന്നെ കാണിക്കണേ എന്റെ ഈശ്വര. ഓ, എന്താ എടുക്കാത്ത? മോള ആരോടും പറയണ്ട, ഇതിന്റെ അകത്ത് ഫിലിമൊന്നുമില്ല. പിന്നെ ഇതിൽ കൂടെ നോക്കുമ്പോ ഒരു കുളിർമ അത്രേ ഉള്ളൂ. ഓ, അത് ശരി. ആന്റിയുടെ ഹസ്ബൻഡേ പട്ടാളത്തിലാ. അധികം കുളിരുണ്ട, പനി പിടിക്കും. ആ, കൂട്ടുകാരെവിടെ? കണ്ടില്ലല്ലോ. ചെറുക്കൻ ഷെഡ് കാണാനില്ല, ഷർട്ട് കാണാനില്ല എന്ന് പറഞ്ഞ അവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. വയസ്സം കാലത്ത് തന്നെ താടിയൊക്കെ ചീകി റെഡിയാക്കിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എവിടെയെങ്കിലും പെണ്ണുങ്ങളുടെ വായി നോക്കി നിൽക്കണ്ടാവും. എന്നാ ഞാൻ പോയി നോക്കിട്ട് വരാം. ചെല്ലേ. ഔ, പട്ടാളം. വാ, വരാൻ വാ മോനെ. അച്ഛൻ എന്ത് പണിയെ കാണിച്ച? പെട്ടിക്കകത്ത് വേറൊന്നും കണ്ടില്ല, അതുകൊണ്ടല്ലേ ഞാൻ എടുത്തിട്ടത്. എനിക്ക് എഴുതിട്ടുണ്ട് നടക്കാൻ. ആളുകൾ മുഴുവൻ എന്നെ നോക്കുക ഏതൊരു പുതിയ ജീവിയെ പോലെ. ഇങ്ങോട്ട് ഒരിക്കൽ ഇതിപ്പോ എല്ലാരും കണ്ടുപോയില്ലേ? താലി കെട്ടി വരെ ഞാനിടാം. സദ്യക്ക് നീ കിട്ടോ? സദ്യക്കാ? അയ്യടാ. എന്താ രണ്ടുപേരും കൂടെ മാറുന്നൊരു വഴക്ക്? ഇവൻ അയ്യേ, പവിക്കത് എവിടുന്ന് കിട്ടി അമ്മാവൻ വേഷം? ദേ, അച്ഛനെ കണ്ടോ? നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ ആര് കണ്ടാലും ഇത് അച്ഛനും ഇത് മോനും വന്നേ പറയൂ. അതിപ്പോ അല്ലേലും എല്ലാരും അങ്ങനെ തന്നെ പറയുന്നത്. മുഹൂർത്തായി. ശവി ഇവിടെ വെക്കുക. വരണില്ലേ? ശവി തന്റെ അപ്പൂപ്പനാ. വരാടോ തന്റെ 16-ന്. ടീച്ചർക്ക് ഒരാളെ കാണിച്ചു തരാം. വരൂ. അച്ഛാ, ഇതാണ് എന്റെ ടീച്ചർ. ടീച്ചർക്ക് മനസ്സിലായോ ഇതാരാണെന്ന്? നമ്മുടെ പവിയുടെ അച്ഛൻ.